അമ്മമ്മ വിമലാമ്മമ്മ വന്നിട്ടുണ്ട്. വരുമ്പോ കെട്ട് കിടക്കുന്ന സാധനം കൊണ്ടുവന്ന കേട്ടാ. അത് സ്പെഷ്യലായിട്ടൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന സാധനം. അതിൽ സഹൃദകൃതമായ നാട്ടുകാരെ, എന്റെ മാതാവ് ഇതാ ജോലി കഴിഞ്ഞ് എങ്ങനെ റെഡിയാക്കുന്ന എങ്ങനെ റെഡിയാക്കുക കാണിക്ക് നോക്കട്ടെ. റുബിക്സ് ക്യൂബ്. അപ്പൊ ഗായ്സ് നമ്മള് ധ്യാനം വിട്ട് സ്കൂളിൽ വിട്ട് വന്നിരിക്കുകയാണ് ഗായ്സ്. യോ 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 ഗായ്സ്, ഞാൻ ഇന്നും ലീവാണ് ഗായ്സ്. 4 ദിവസമായി ഗായ്സ് ഞാൻ ലീവായിട്ട്. 4 ദിവസം ഇല്ല ഗായ്സ്, ഇല്ല ഇല്ല ഗായ്സ്. അമ്മമ്മ വന്നിട്ടുണ്ട് ഗായ്സ് ഇവിടെ. അമ്മമ്മ ചോദിച്ചോക്കണം, എല്ലാരോടും ചോദിച്ചോക്കണം. നിങ്ങൾ ചോദിച്ചിട്ട് എന്നെ വിളിക്കേ. 3 കഴിച്ചു പോയി. അപ്പത്തെ ഇന്ന് രാവിലെ തന്നെ ഒരാള് വിളിച്ചിട്ടുണ്ട്, മനോജ് എന്ന് പറയുന്നത്. ഗായ്സ് എന്താ സംഭവം എന്നറിയാം, ഇവര് പറഞ്ഞുതരാം. ഞാൻ ആദ്യം ഇവരോടൊന്ന് സംഭവം കാര്യം പറയട്ടെ എന്താന്നുള്ളത്. അത് തന്നെ ഞാൻ ഇവരോടൊന്ന് ആദ്യം കാര്യം. ഇവരുമ്പോൾ നമ്മളിങ്ങനെ പറയുന്നതായിരിക്കും എന്താണ് ഈ പൊട്ടന്മാർ 3 ആളും കൂടിയിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോ എന്തെന്നാന്ന് അവർക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങള്. രണ്ട് വെറുതെ നമ്മള് അവർക്ക് കിട്ടിയില്ല ഗൈസ്. ഇന്ത്യക്കാറ് കംപ്ലീറ്റ്, അതായത് പിന്നെ ഇപ്പോ അവിടെ എന്ത് നടക്കുന്നുണ്ട്, പെരുന്നാൾ, വലിയ പെരുന്നാളാണ്. അതുകൊണ്ട് കംപ്ലീറ്റ് ആൾക്കാർ ചൽത്തായ ഗാമ ചൽത്തായ. അതുകൊണ്ട് പണിക്കാർക്ക് ഭയങ്കര ക്ഷാമമായി. വലിയ പെരുന്നാളാണല്ലോ, വലിയ സംഭവം നമ്മള് പറയുന്ന വലിയ പെരുന്നാള് എന്നാ സംഭവം. എന്താന്നറിയൂല. എന്തായാലും അവിടെ എന്തോ പരിപാടിയാണ് ഗൈസ്. അപ്പോ എല്ലാ പണിക്കാരും എനിക്ക് തോന്നുന്നത് എന്റെ അടുത്തുള്ള 5-6 ആളങ്ങനെ ഒറ്റയടിക്ക് കയറി അങ്ങോട്ട് പോയി. അതുകൊണ്ട് ഞാൻ പണിക്കാർ ഇപ്പം വളരെ കുറഞ്ഞതുകൊണ്ട് പണി കറക്റ്റ് മൂവ്മെന്റിൽ നീക്കി പോകാൻ പറ്റുന്നില്ല. കാരണം ഒരു സൈറ്റെല്ലാം കഷ്ടിച്ചാണ് ഇപ്പൊ നീ പോകുന്നത്. ഇനിയിപ്പോ എന്തായാലും പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് ആള് വരുന്ന പറഞ്ഞത്. പിന്നെ ഇവിടെയാണെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാല് വാർപ്പിന്റെ പണിക്ക് പോകുന്ന ആൾക്കാർക്ക് പെണ്ണില്ലാത്തതുകൊണ്ട്, കല്യാണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് പുതിയ കുട്ടികൾ ആരും എന്താക്കുന്നില്ല, പണിക്ക് വരുന്നില്ല, കല്യാണം കഴിക്കുന്നില്ല, പണിക്ക് ഇറങ്ങുന്നില്ല. വാർപ്പിന്റെ പണിക്ക് പോകുന്നതും കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർക്ക് പെണ്ണില്ല. അതുകൊണ്ട് ആരും പുതിയ കുട്ടികൾ ആരും ഇങ്ങനത്തെ പണിക്കൊന്നും വരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടില് പണിക്കാരില്ലെന്നാണ്. പിന്നെ ഇവിടെ ഉള്ള പണിക്കാർക്കാണെങ്കിൽ പ്രധാനമന്ത്രിനെക്കാട്ടും മുഖ്യമന്ത്രിനെക്കാട്ടും ഡിമാൻഡും ജാസ്തിയാ. കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ദിവസം വന്നാൽ 2ാം ദിവസം താലി കെട്ടായിരിക്കും, എന്താ പറയാ പാല് കൊടുക്കായിരിക്കും, അല്ലെങ്കിൽ പിന്നെ എന്നാ മരിച്ചതുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയാ എവിടെയെങ്കിലും പോകാനുണ്ടാവും. അതുകൊണ്ട് സംഭവം ഓലെ സംബന്ധിച്ചിടത്തോളം കാര്യമില്ല. കാരണം ഓല ഫാമിലിയെല്ലാം ഇവിടെയുള്ളത്. അപ്പോൾ ഓലക്ക് ഓലതായ കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ. മറ്റേതാകുമ്പോ ഓലെ ഫാമിലിയെല്ലാം ആയതുകൊണ്ട് നമ്മൾ ഗൾഫ് പോകുന്നതിന്റെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഡെയിലി പണിക്ക് പോകണം എന്നുള്ള ചിന്തയും കൊണ്ടാണ് മറ്റുള്ള ആൾക്കാർ വരുന്നത്. അപ്പോ 2-3 ബംഗാളിയാണ് അർജന്റായിട്ട് 2-3 പോലെ ഒരു 4 ആളെങ്കിൽ മിനിമം ആണ്, 4-5 ആളെങ്കിൽ മിനിമം ആണ്. എന്നാലും മാത്രമേ ഇനിയുള്ള കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ അതിന്റെ വിശേഷം കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മളെ വിശേഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഇന്നലെ വൈകുന്നേരം പിന്നെ എൻ്റെ അമ്മേന്റെ അമ്മ വന്നിട്ടുണ്ട്, അമ്മമ്മ വിമലാമ്മമ്മ വന്നിട്ടുണ്ട്. വരുമ്പോ കെട്ട് കിടക്കുന്ന സാധനം കൊണ്ടുവന്ന കേട്ടാ. അത് സ്പെഷ്യലായിട്ടൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഒരുക്കപ്പാടില്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താണ്ട് കാണിച്ചു കേട്ടാ. വിമലാമ്മമ്മ ഇതാട്ടാ ഇന്നലെ കൊണ്ടുവന്ന സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് മഴക്കാലം തുടങ്ങിയോണ്ട് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്താ പറയാ പ്രോട്ടീനുകള്, പിന്നെ അല്ലേ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന സാധനം. അത് രാവിലെ കിടന്നിട്ട് 2 ആളും കൂടി റെഡിയാക്കുന്ന. ഞാനല്ല അമ്മമ്മയാണ് അത്രയും ആക്കിയ. ഞാനിപ്പോ ധ്യാനോനെ സ്കൂളിലാക്കി വണ്ടി കയറ്റി വിട്ട് വന്നതേ ഉള്ളൂ. അപ്പൊ അമ്മമ്മ അതിനെ എടുക്കുന്നുണ്ടപ്പോ ഒരു സഹായം, ഒരു കൈ സഹായം. അപ്പൊ ഇന്ന് മുരിങ്ങ ചപ്പും ചക്കക്കുരുവാണോ മുരിങ്ങ ചപ്പിന്റെ തോരനാണോ? മുരിങ്ങ ചപ്പും ചക്കക്കുരും വെച്ചാൽ അമ്മമ്മ കുറച്ച് പണ്ട് എന്താ മുരിങ്ങ ചക്കക്കുരുവിന്റെ കാലമായി കഴിഞ്ഞാൽ ചക്കക്കുരുന്റെ ഉപ്പേരി, ചക്കക്കുരുന്റെ കറി, ചക്കക്കുരുന്റെ മറ്റേ തോരൻ പറഞ്ഞിട്ട് അടുത്തെന്താ ചക്കക്കുരു. ഞാൻ വെറുതെ പറഞ്ഞാണ് കേസ്, അപ്പത്തേക്ക് ചക്കക്കുരുവായി. ചക്കക്കുരു അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുരിങ്ങ ചപ്പ് ഇവിടെ റെഡി ആകുന്നുണ്ട്. കുറച്ചും കൂടി മുരിങ്ങാലാക്കുന്ന ഉപ്പേരിക്ക് നല്ലോണം ഉപ്പേരി കൂട്ടും. മുരിങ്ങാച്ചപ്പിന്റെ ഉപ്പേരി പറഞ്ഞാൽ നല്ല സൂപ്പർ. അല്ലേ തന്നെ എനിക്ക് കണ്ണ് കാണാത്ത. അപ്പൊ ഇത് മുരിങ്ങാച്ചപ്പിന്റെ ഉപ്പേരി കൂട്ടിയ കണ്ണ് കാണാൻ കാണുന്നത്. അച്ഛനും ഉണ്ടാവൂല വൈകുന്നേരത്തേക്ക് നമ്മൾ ഉച്ചക്ക് കൂട്ടുമ്പോഴത്തേക്ക്.
അച്ഛന് നല്ലോണം ഞാൻ കൊറേ പരിക്കൂല എനിക്ക് എടുത്തോണ്ട് വെച്ചാ ഇപ്പൊ അമ്മമ്മ മുരിങ്ങാച്ചപ്പ് നുള്ളിയാൻ ശേഷം ഇതാ അടുത്ത പണി ചക്കക്കുരു ചക്ക ഒരുക്കി തന്നിട്ട് ഇനിയിപ്പോ നമുക്ക് എന്താ പുഴുങ്ങിയാൽ മതില്ല അമ്മമ്മേ റെഡിയായി അപ്പത്തേക്ക് ഇതാ സഹൃദകൃതമായ നാട്ടുകാരെ എന്റെ മാതാവ് ഇതാ ജോലി കഴിഞ്ഞ് അവിടെ അങ്ങയുടെ എന്താ പറയാ കൊട്ടാരത്തിലേക്ക് ആഗമിക്കുകയാണ് സഹൃദകൃതമായ നാട്ടുകാരെ. അപ്പൊ ഇനി നമ്മള് ചക്ക പുഴുങ്ങേണ്ട പരിപാടിയില്ല കേട്ടാ. ചക്ക പുഴുങ്ങിട്ട് നമ്മള് ചോറ് വെച്ചിട്ടില്ല ചോറ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറെല്ലാം ഇന്ന് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തിന്നണം തിന്നല് കഴിഞ്ഞിട്ട് അമ്മമ്മേന്റെ മുരിങ്ങാച്ചപ്പിന്റെ തോരനുണ്ട്, ചോറുണ്ട്, നമ്മളെ പുഴമീനാട്ടോ ഇത്. നമ്മളെ 9 കിലോ ഉള്ള പുഴമീനാണ്. പിന്നെ ഇതാ മീൻ കറിയുണ്ട്, ഇല്ലാത്ത പിട്ടും അതിന്റെ കറിയും, പിന്നെ അതിന്റെ അടിയിൽ പച്ചക്കറി ഉണ്ട് കേട്ടാ. എല്ലാം കൂടി ഉണ്ട്. ഇപ്പൊ ജിത്ത് കുളിച്ച് ഞാനും കുളിച്ച് ചോറുണ്ടിട്ട് നമ്മൾ ധ്യാനം കൂട്ടാൻ പോന്ന. അപ്പോൾ ഗായ്സ് ഞാൻ ഷോർട്സ് വീഡിയോസ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്. അപ്പൊ അതിനായിട്ടുള്ളതാ തലവണ്ണ 2 തലവണ്ണ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് അവിടെ സ്റ്റാൻഡ് ക്യാമറ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണെന്നുള്ളത് നിങ്ങൾ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ചിലപ്പോ ഇന്നാളെ തന്നെ കാണും അല്ലെ. അപ്പൊ അങ്ങനെയാണ് ഗൈസ് നമ്മള് ഫുഡൊക്കെ കഴിച്ച് അമ്മമ്മേന്റെ ചക്കപ്പൊയ്ക്ക് റെഡി ആയോ? അമ്മമ്മ ഇവിടെ വന്ന് ഫുള്ള് പണി കേട്ടാ പാവം. അമ്മമ്മക്ക് പണ്ട് നമ്മുടെ അടുത്ത് വരുന്നത് ഒരു എന്താ പറയാ റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അമ്മമ്മ റെസ്റ്റ് ചെയ്യൂട്ടാ. ഫുള്ള് ഇവിടെ വന്ന ഫുള്ള് ഓടിച്ചാടി നടക്കണം നമുക്ക്. ഇനിയിപ്പോ എന്താ പണിയെടുക്കുന്നത്? ഇപ്പൊ ചൂരുണ്ട് കിട്ടുന്ന അമ്മ റുബിക്സ് ക്യൂബ് റെഡിയാക്കി നമുക്കൊന്ന് കാണാം. എങ്ങനെ റെഡിയാക്കുന്നേ? എങ്ങനെ റെഡിയാക്കുക കാണിക്ക് നോക്കട്ടെ. റുബിക്സ് ക്യൂബ് റെഡിയാക്ക്. ഇതിന്റെ പേരറിയാം എന്താന്ന്? അതിന്റെ പേരാ റുബിക്സ് ക്യൂബ്. ഞാൻ വയസ്സെത്തിയല്ലേ, എനിക്ക് എന്തെങ്കിലും അറിയാം. വയസ്സായൊന്നുമില്ല, വയസ്സൊന്നുമല്ല. വയസ്സുകൾ എന്താ പറയാ പ്രായം വയസ്സ് അല്ല, വെറും അക്കങ്ങൾ മാത്രമാക്കി മാറ്റണം നമ്മള്. പഠിച്ചിട്ടില്ലല്ലോ നേരം. ഞാൻ എന്നാൽ ഷോർട്ട് വീഡിയോ എടുക്കട്ടെ. ഇത് എടുത്തിട്ട് കഴിഞ്ഞിട്ട് വേണം ധ്യാനം കൂട്ടാൻ പോയി. ധ്യാനം ഇപ്പൊ സ്കൂൾ വിട്ട് വരും. അപ്പൊ ഗായ്സ് നമ്മള് ധ്യാനം വിട്ട് സ്കൂൾ വിട്ട് വന്നിരിക്കുകയാണ് ഗായ്സ്. യോ 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 പറ. അങ്ങനെയാണ് യോ യോ എങ്ങനെ പറയാ? എങ്ങനെ ഒന്ന് കാണിച്ച എന്തൊക്കെയായിരുന്നു ഇന്നത്തെ സ്കൂളിലെ വിശേഷങ്ങൾ? പറയൂ ഗായ്സ്. ഇതാണ് പപ്പയെ പോലത്തെ ഒരാള്. അപ്പൊ എങ്ങനെയാണ്? ഇതാ ധ്യാനട്ട് സ്കൂള് വിട്ട് വന്നപ്പോ അവന് വേണ്ടിട്ട് ഇതാണ് ആ വത്തക്ക ഷേക്ക്. പിന്നെന്താ ഇത് വത്തക്ക ഷേക്ക് അല്ല? എങ്ങനെ വത്തക്ക ജ്യൂസ്, വത്തക്കയും മിൽക്കും. ഇൻഗ്രീഡിയൻസ് പറയാൻ പാടില്ല. ഓ ചിലപ്പോ ധ്യാനസിന് ചില സാധനങ്ങൾ ധ്യാനസിൽ ചേർത്തത് ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ അത് ധ്യാനസിന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ കുടിക്കൂല. അതുകൊണ്ട് ഞങ്ങളത് ഇൻഗ്രീഡിയൻസ് പുറത്തുവിടുന്നുള്ള ഗൈസ് അല്ലേ. അപ്പൊ സ്പൂൺ കൊണ്ട് കോരി കുടിച്ചോട്ടോ. നോക്കേ. അപ്പൊ ഗായ്സ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ധ്യാനസെ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഗായ്സ് അല്ലേ. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇനി എഡിറ്റിംഗ് ടൈമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ നമ്മൾ 7 മണിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു. അപ്പം നാളത്തെ വിശേഷങ്ങളായി കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ.